മധുരരാഗം കൊണ്ട് സ്നേഹ വസന്തം പകർന്ന കുഞ്ഞു പാട്ടുകാരുടെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പ്രിയ രാഗങ്ങളുടെ മധുരവേദിയിലേക്ക് കൂട്ടുകൂടാനായിട്ട് നമുക്കിന്നൊരു അതിഥിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൺസ് സാറാണ്. സാർ ഇവിടെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ സീസൺ 4 നമുക്ക് അങ്കിളിനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അൽഫോൺസ് അങ്കിളിന്റെ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം. അങ്കിളെ വെൽക്കം. പെട്ടെന്നേ അങ്കിളെന്ന് കേൾക്കുമ്പോ എന്തോ ഒരു പോലെ ചേട്ടാന്ന് വിളിച്ചോ ശരി ചേട്ടാ. വേറെ ഒന്നല്ല, എന്താ അല്ല അങ്ങനെ കേട്ടിട്ടില്ല, അങ്കിളേന്ന് വിളിച്ച് കേട്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങളെയൊക്കെ അങ്കിളെ അപ്പൂപ്പ എന്നൊക്കെ വിളിച്ച് ഞങ്ങൾ ശീലായി പോയല്ലേ. എം ജി ചേട്ടാന്നോ? എന്നെ എത്രയോ പേര് എം ജി ചേട്ടാന്ന് വിളിക്കുന്നു, എന്നെ ശ്രീ ചേട്ടാന്ന് വിളിക്കുന്നു, എം ജി ചേട്ടാന്ന് വിളിക്കുന്നു, എം ജി അങ്കിളേന്ന് വിളിക്കുന്നു, എന്നെ മധുചേട്ടാ, മധുവേട്ടാ, ബാലുവേട്ടാ എന്നൊക്കെ എന്തൊക്കെ വിളിക്കണു എന്നെ. അല്ല മധുവിനെ ചക്കരയെന്നൊക്കെ വിളിക്കുന്നു. വെൽക്കം ചക്കര. ശ്രീകുടിച്ചേട്ടന്റെ മുത്ത എന്നാ വിളിക്കണേ. എന്തായാലും പക്ഷെ ഒരു വ്യത്യാസം, സാധാരണ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഇവിടെ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടാണ് രണ്ടുപേരും. അത് ഇതിന്റെ ഒരു പ്രത്യേകതയായിരിക്കും അല്ലെ. എന്താണെന്ന് അറിഞ്ഞോണ്ട് ഈ പടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്തൊരു ഇതാ. വെരി ഗുഡ്. ഈ അൽഫോൺസ് തമിഴിൽ എത്ര പാട്ട് പാടിയിട്ടുണ്ടെന്ന് അറിയോ? 1000 പാട്ടെങ്കിലും പാടിയിട്ടുണ്ട്. ഞാനിപ്പോ ഈയിടെ യാത്രയിൽ വെറുതെ ചുമ്മാ കുറെ പാട്ടുകൾ ഞാൻ നോക്കിയപ്പോ ഉണ്ട്, എല്ലാത്തിലായിട്ടും അൽഫോൺസ് അൽഫോൺസ് അൽഫോൺസ്. ഡീമം അൽഫോൺസ്, മറ്റേതാളെ അൽഫോൺസ്, പിന്നെ ദേവ അൽഫോൺസ്, ഇളയരാജ അൽഫോൺസ്, AR റഹ്മാൻ അൽഫോൺസ്. സൂപ്പർ. അത് എന്താ പറയാ, ഒരു ആരോമല് പാടിയതിന് ശേഷം കുറെ ഭാഗ്യം കിട്ടി പല ആൾക്കാർക്കും വേണ്ടി പാടാനായിട്ട്. നമ്മളിപ്പോ ഒരു മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണ പോലെ അല്ലല്ലോ, അവിടെ ചെന്ന് നിൽക്കുമ്പോ ശരിക്കും ഒരു പാട്ടുകാരന്റെ ഒരു മനസ്ഥിതി ശരിക്കും നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ടെൻഷൻ തീർച്ചയായിട്ടും ആ ഒരു ടെൻഷൻ ശരിക്കും മനസ്സിലാവും. പുതിയ പ്രോജക്റ്റുകള് പുതിയതിപ്പം ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് ലാസ്റ്റ് ചെയ്തത്. ഹിന്ദിയിലുള്ള ഇതായിരുന്നു, മലയാളത്തിലും അതിന്റെ ഇത് ഉണ്ടായിരുന്നു. അതിന് ഒരു നല്ലൊരു അംഗീകാരം കിട്ടി. അതായത് ഓസ്കാറിന്റെ ലിസ്റ്റ്, ഫസ്റ്റ് ലിസ്റ്റിനകത്ത് നമ്മുടെ പാട്ടുകൾ 3 പാട്ടുകൾ അതിനകത്ത് വന്നിരുന്നു. അപ്പൊ അതൊരു എന്താ പറയാ, നമ്മുടെ ഒരു ലൈഫിൽ തന്നെ ഒരു വലിയൊരു എൻകറേജ്മെന്റ്, ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് അതിന്റെ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും വേറൊരു ഫീലായിരുന്നു. പിന്നെ കൂടുതൽ ചെയ്യാനായിട്ട് കേട്ടപ്പോ ഞങ്ങൾക്കും വേറൊരു ഫീൽ. ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഒരു മലയാളി, നമ്മളുടെ എല്ലാം സ്വന്തം സുഹൃത്ത്, എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള അൽഫോൺസിന്റെ പാട്ടുകൾ ഫസ്റ്റ് പ്രിലിമിനറി ലിസ്റ്റിനകത്ത് സെലക്ഷൻ പ്രോസസ്സിൽ കേട്ടപ്പോഴേ സന്തോഷം. പിന്നെ ഇപ്പം ഒരു പുതിയൊരു പ്രൊജക്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. സോങ്സ് എല്ലാം കഴിഞ്ഞു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു ഫൈനൽ പ്രോസസ്സിൽ നിൽക്കുന്നു. എല്ലാത്തിനും നന്മ നേരുന്നു. പാട്ടിന്റെ പൊന്നല വിരിയിച്ച് കുഞ്ഞു പാട്ടിന്റെ സർഗവിരുന്നിലേക്ക് എത്തുന്നു കൊല്ലത്തിന്റെ മിടുക്കി പാട്ടുകാരി നമ്മുടെ നിവേദ്യ കുട്ടി. വെൽക്കം നിവേദ്യ ഓൺ സ്റ്റേജ്. മക്കളെ എന്തോ സുഖാണോ? സുഖം. ഇപ്പൊ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അത് കാരണം മഴയൊക്കെ കൊള്ളാറുണ്ടോ? ഇല്ല ഇല്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഒരു പരാതി. എന്താണ് പരാതി? സ്ഥലപ്പേര് പറയുന്നില്ല. എന്താ സ്ഥലപ്പേര്? പത്തനാപുരം. പത്തനാപുരം എന്റെ സ്ഥലമാ. അതറിയത്തില്ലായിരുന്നോ? MG ഞങ്ങളുടെ സ്ഥലം. പത്തനാപുരം എന്റെ സ്വന്തം മണ്ഡലമാണ്, അറിഞ്ഞൂടല്ലേ? അങ്ങനെ ആകുമ്പോ അവരങ്ങനെ കംപ്ലൈന്റ് പറയാൻ സാധ്യത. അതെ, ആ നാട്ടുകാർ അങ്ങനെയല്ലോ. പത്തനാപുരത്ത് ഉള്ളൊരു കക്ഷിയാണ് എന്റെ കൂടെ 20 വർഷമായിട്ട് പാടുന്നത്, റഹ്മാന്. പത്തനാപുരത്തുള്ള എന്റെ അടുത്ത സുഹൃത്താണ് ഗണേശന്. പിന്നെ നിങ്ങളൊക്കെ ഒരുമിച്ച് വന്നതല്ലേ? ഞാൻ എത്ര പ്രാവശ്യം പത്തനാപുരത്ത് വന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഓടിച്ചോണ്ടിരുന്ന 1-2 ഡ്രൈവേഴ്സ് പത്തനാപുരത്ത് നിന്നാണ്. ഞാൻ മിക്കവാറും പത്തനാപുരമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് പത്തനാപുരത്തുള്ള എല്ലാവർക്കും അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ഹായ്. മനസ്സിലായോ? ഇതാരാ? അൽഫോൺസ്. അതെ അൽഫോൺസേ, വേണേ ഒന്ന് സോപ്പിട്ടോ, കാരണം ഭാവിയിലെ ഡയറക്ടറാണ്. അത് ശരി. പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. പാട്ട് കാട്ടിലെ മൈനയും പാട്ട് പഠിപ്പിച്ചതായിരുന്നു. ഓക്കെ. ഔസേപ്പച്ചൻ മ്യൂസിക്, ലിറിക്സ് ONV കുറുപ്പ്, സിനിമ ആകാശദൂത്. ഓക്കെ മക്കളെ പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
അസലായിട്ട് പാടി മോളെ, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് sir. ആ ഓർക്കസ്ട്രേഷനും ഔസേപ്പച്ചൻ്റെ അതുപോലെ പാട്ടും മോടെ ശബ്ദവും നല്ല you, sir. ക്ലാരിറ്റി ആയിരുന്നു, താങ്ക് യു സർ. അതിമനോഹരമായിരുന്നു, കേൾക്കാൻ നല്ല സുഖമായിരുന്നു, നല്ല ഇമ്പമായിരുന്നു. താങ്ക് യു സർ. ഒരൊറ്റ സ്ഥലം മാത്രം താളം എന്ന് പറഞ്ഞാൽ താഴെ വരുന്ന ആ പോർഷൻ ഒന്നുകൂടെ ഒന്ന് ബലപ്പിച്ചൂടെ, അത് പാടി വരുമ്പോൾ ചിലപ്പം സോഫ്റ്റ് ആയി പോകും അല്ലേ. അപ്പൊ ഈ മൈക്ക് പിടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇനി വേണ്ടത്. അപ്പൊ എപ്പോഴും തുടങ്ങാൻ നേരത്ത് സാധാരണഗതിയിൽ നമ്മളൊക്കെ പിടിക്കുന്ന ഞാനൊക്കെ ഒരു ഇത്ര റേഞ്ച് ഡിസ്റ്റൻസിലാണ്. അത് ഒരു ഡിസ്റ്റൻസ് ആദ്യമേ ഇട്ടാൽ മോക്ക് താഴെ പോകുന്ന സ്ഥലം അടുപ്പിക്കാനും മേലോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഓക്കെ, എനിക്ക് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു, താങ്ക് യു സർ. വളരെ നന്നായിരുന്നു. ചെറിയ ചെറിയ ഇഗ്നോറബിൾ തിങ്സ്, നൈസ്. താങ്ക് യു സർ. കൊള്ളാം, നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് പാടി, താങ്ക് യു ഉഗ്രനായിരുന്നു സർ. കേട്ടാ. മോളുടെ വോയിസ് നല്ല രസമുണ്ട് കേൾക്കാൻ. ഇപ്പോൾ പറഞ്ഞ പോലെ ആ താഴത്തേക്കുള്ള പോർഷനാണ് കുറച്ച് ക്ലാരിറ്റി കുറവ്. അത് പാടുന്നുണ്ട്, നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നു, പക്ഷെ ഒന്നും കൂടി തെളിച്ചം വേണം. ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് വേണം. അപ്പൊ എന്തായാലും മോള് നല്ലൊരു സിംഗറാണ് കേട്ടോ, യാതൊരു സംശയമില്ല. നല്ലൊരു സിംഗർ കം ഡയറക്ടറായി മാറട്ടെ ഭാവിയിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ നന്നായിട്ട് പാടി. എനിക്ക് മോളുടെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഭാഗങ്ങളാണ്. ഒരു സ്പെഷ്യൽ കയ്യടി, എസ്പെഷ്യലി സ്ട്രിങ് സെക്ഷൻ ആൻഡ് ഫ്ലൂട്ട്. എനിക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് ഫാസ്റ്റായിട്ടുള്ള കുറേ ഇതുകളൊക്കെ അതിനകത്തുണ്ട്. ബാക്കി എല്ലാവരും നല്ലതായിരുന്നു. ഓവറോൾ ടോട്ടൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മോളുടെ പാട്ടിൽ വേണ്ടുന്ന കറക്ഷൻസ്, ഇപ്പോൾ മൈക്കിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസനാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ വോയിസ് ത്രോ കുറവുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ പഠിക്കണം. നന്നായിട്ട് പാടി കേട്ടോ. ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ ലോ രജിസ്റ്ററിൽ വരുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ആ ഭാഗം മാത്രം ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. നിവേദ്യ കുട്ടി, സോ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആട്ടി ഒരു പത്തനാപുരം പൂക്കുറ്റി. താങ്ക് യു സർ. ഇല്ല, സെറ്റായില്ലേ? ശരി, ടാറ്റ. ലോകമെമ്പാടുമുള്ള എല്ലാ കലാസ്നേഹികളും നെഞ്ചിലേറ്റിയ ടോപ്പ് സിംഗറിന്റെ അടുത്തൊരു ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു മത്സരമാകുമ്പോൾ ഒരു വിജയി അനിവാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ അറിയാം. ഇവിടുന്ന് എല്ലാം അങ്ങോട്ട് എപ്പോഴും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം അടുത്ത് വന്ന റിസൾട്ട്സ് പറഞ്ഞതിലായാലും നമ്മുടെ SSLC റിസൾട്ട്സ് വന്നപ്പോൾ ഇവിടെ ഫുൾ A+ വാങ്ങി. അങ്ങനെ പഠിത്തത്തിലും നമ്മുടെ പാട്ടിലും ഒക്കെ മിടുക്കം കൂട്ടനായിട്ടുള്ള നമ്മുടെ അബിനാണ് 4th സ്റ്റേജിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. പഠിത്തത്തിലാണെങ്കിൽ എല്ലാത്തിനും A+. പാട്ടില് ഒരെണ്ണത്തിന് മാത്രം ഒരു 99 ഉണ്ടെന്ന് തോന്നുന്നു, 1-2 എണ്ണത്തിന് അല്ലേ. ബാക്കിയെല്ലാം 100/100. അതാണ് ഹാർഡ് വർക്ക്. അബിൻ ഇനിയുള്ള കുട്ടികൾക്കൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ പറയുന്നു. വേറൊന്നുമല്ല, അബിൻ്റെ ആ കഠിന പരിശ്രമം കൊണ്ട് മാത്രമാണ് പഠിത്തത്തിലും പാട്ടിലും 1ാം സ്ഥാനം കിട്ടിയത്. മത്സരം വളരെ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ 4 ആരാണ് 1ാം സ്ഥാനത്ത് വരുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഗതി. കാരണം ഓരോ കുട്ടികളും അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ ദിവസവും അവരുടെ മാറ്റം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങളെക്കാട്ടി നിങ്ങൾ വിലയിരുത്തി കാണും. ഓരോ കുട്ടികളുടെ കഴിവും അവരുടെ പ്രകടനങ്ങളും എല്ലാം നിങ്ങൾ വിലയിരുത്തി കാണും. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം, കണ്ടസ്റ്റൻസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. 10,000-15,000-ഓളം കുട്ടികളെ സെലക്ട് ചെയ്തതിൽ നിന്നാണ് നിങ്ങൾ 10-50 പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 10-18 പേരായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതും. തീർച്ചയായിട്ടും ഈ ഒരു വേദിയിൽ ഒരു 2 പാട്ട് പാടിയാൽ തന്നെ അതൊരു മഹത്തരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് നിങ്ങളെ മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് ആരാണ് പോകുന്നു എന്ന് മാത്രം പറയുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പോകുന്നവരാരും വിഷമിക്കൊന്നും വേണ്ട. തീർച്ചയായിട്ടും അവർ ഈ കുടുംബത്തിലെ ഓമന മുത്തുകൾ തന്നെ ആയിരിക്കും. അടുത്ത സീസണിലായാലും അതിൻ്റെ അടുത്ത സീസണിലായാലും നിങ്ങൾ ഇതിവിടെ വിട്ടുപോകുന്നവരെല്ലാം നമ്മളുടെ കൂടെ തന്നെ കാണും. അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ ആയിരിക്കും
എന്ന് ആകാംക്ഷാഭരിതരായി ഉറ്റുനോക്കുകയാണ് നിങ്ങളെല്ലാവരും, ഞങ്ങളും. നമുക്ക് കാണാം. അടുത്ത ഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. എല്ലാ കുട്ടികൾക്കും, ഈ ഘട്ടത്തിലേക്ക് കടന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. മക്കളെ എല്ലാവർക്കും ആശംസകൾ. വിട്ടുപോകുന്നവർ നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട, പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു ആൾ. അപ്പോ നമ്മുടെ ടോപ്പ് സിംഗറിലെ അതിമനോഹരമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.